നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട പഞ്ചമിയാണ്. വരാഹി ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസം. ഇന്നേ ദിവസം ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ കടാക്ഷത്താൽ മാറ്റം കൊണ്ടുവരുവാൻ സഹായകരമായ കാര്യങ്ങളാകുന്നു. ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം രാത്രി 12 മണിക്ക് മുൻപായാണ് ചെയ്യേണ്ടത്. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ വീഡിയോ കൂടി കാണുവാൻ ഏവരും ശ്രദ്ധിക്കുക. ഇന്നേ ദിവസം വരാഹി ദേവിയുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 ചിത്രങ്ങളാണ്. അമ്മയുടെ 2 ചിത്രങ്ങൾ. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അമ്മയെ ഒരു നിമിഷം നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, മനപ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും അകലണം എന്നും ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരണം എന്ന അമ്മയോട് ഒരു നിമിഷം നിങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുക. ശേഷം ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും വജ്രഘോഷം എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ഏവരും ശ്രദ്ധിക്കുക. മനസ്സിനെ അലട്ടുന്നതായ അനവധി പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമാകുവാൻ സാധ്യതയുള്ളതും അത്തരത്തിൽ ചിന്തിക്കുന്നതുമായ ചില കാര്യങ്ങൾ. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എപ്രകാരം നിങ്ങൾക്ക് തരണം ചെയ്യാം എന്ന ആശയക്കുഴപ്പം മനസ്സിലുണ്ട്. അല്ലെങ്കിൽ ചില മനോവിഷമങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾക്ക് ദേവിയെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അമ്മയെ നിങ്ങൾ നിത്യവും ആരാധിക്കുക. പ്രത്യേകിച്ചും വജ്രഘോഷം എന്ന അമ്മയുടെ നാമം നിത്യവും ജപിക്കുന്നതും പ്രത്യേകിച്ചും ഇന്നേ ദിവസം ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾക്കും അത് കാരണമായി തീരും. 41 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചില കാര്യങ്ങൾ, പ്രകടമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകടമായി തുടങ്ങും. നിങ്ങൾക്കത് നേരിട്ട് ദർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. മനക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടാകാം, സാമ്പത്തികപരമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ ചില തിരിച്ചടികളുമായി ബന്ധപ്പെട്ടോ തൊഴിലുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ആകാം. അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ ആ മനക്ലേശങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് നിങ്ങൾക്ക് വളരെ അനുകൂലമായി തീരും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത കൈവരിക്കുവാൻ നിങ്ങൾ വളരെയധികം ശ്രമങ്ങൾ നടത്തുന്നു. പല കാര്യങ്ങളും മറക്കുവാൻ ശ്രമിക്കുന്നു. എന്നിരുന്നാലും പുതിയ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയോ അത്തരം ചില പ്രശ്നങ്ങൾ ജീവിതത്തെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരണം എന്ന ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരും. എന്നാൽ അമ്മയെ നിങ്ങൾ നിത്യവും ആരാധിക്കേണ്ടത് അനിവാര്യമാകുന്നു. ദീർഘനാളായി നിങ്ങളുടെ ജീവിതത്തിലുള്ള നഷ്ടങ്ങൾ അത് നിങ്ങൾ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഒരു പരിധി വരെ വിജയിക്കുവാൻ സാധിക്കും. ഉടനെ തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല. എന്നാൽ പടിപടിയായുള്ള മാറ്റങ്ങൾ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമായി തുടങ്ങും. നിലച്ചിരിക്കാതെ തന്നെ ചില മാറ്റങ്ങൾ, പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുക, തിരിച്ചടി ലഭിക്കും എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തികപരമായ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അഥവാ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ധനം ലഭിക്കാതിരിക്കുകയോ കൈകളിൽ നിന്നും ധനം ചെലവായി പോവുകയോ പ്രതീക്ഷിക്കാത്ത ചെലവുകൾ കടന്നു വരികയോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനനഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതായ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടുവാൻ
സാമ്പത്തികം തടസ്സമാണ് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പടിപടിയായുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ചില വഴിത്തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. അത് പ്രതീക്ഷിക്കാതെ തന്നെ കടന്ന് വരുന്നതായ വഴിത്തിരിവുകളാകാം. അത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ധനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ അമ്മയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുകൂലമായി മാറും. അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിൽ ചില വിഷമങ്ങൾ ഉണ്ടാകാം, ചില ആശങ്കകൾ നിങ്ങൾക്കുണ്ടാകാം. അത് എപ്രകാരം പരിഹരിക്കും എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. അമ്മയുടെ കടാക്ഷത്താൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാവുവാൻ അഥവാ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. രോഗദുരിതങ്ങൾ, അത്തരത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അതിൽ മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ, ആവശ്യ സമയത്ത് സഹായം നിങ്ങളുടെ കൈവശം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മറ്റുള്ളവർക്ക് അത്തരത്തിൽ തോന്നുവാനുള്ള അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കണം എന്ന തോന്നൽ അവരുടെ മനസ്സിലും വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. എന്നാൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നതായ ആ അനുഗ്രഹം നിലനിർത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അമ്മയെ നിങ്ങൾ നിത്യവും ആരാധിക്കുക. പലവിധ നെഗറ്റീവായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. പല കാര്യങ്ങളിലും ആകുലതകൾ വന്നു ചേരുന്നതിനോടൊപ്പം പല നെഗറ്റീവായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ പിടിമുറുക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ വന്നു ചേരുന്നതായ ആ ചിന്തകളെ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി പോസിറ്റീവായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാകുന്നു. നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം ലഭിക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരാം. പല കാര്യങ്ങളും പ്രതികൂലമാണ് എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും അനുകൂലമാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ, ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു ചേരാം. ദേവിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് കൂടുതലായി അനുഭവിച്ചറിയുവാനോ അല്ലെങ്കിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കും. അതിനാൽ പോസിറ്റീവായ ചിന്തകൾ ഏറ്റവും അനിവാര്യം തന്നെയാകുന്നു. അമ്മയെ നിങ്ങൾ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക. അമ്മയുടെ കടാക്ഷത്താൽ നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും. വരാഹി അമ്മയുടെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. അമ്മയെ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ആരാധിക്കാതിരുന്നിട്ടില്ല എന്നതാണ് വാസ്തവം. ഒരിക്കലെങ്കിലും നിങ്ങൾ അമ്മയെ ആരാധിക്കുന്നവരാകുന്നു. എന്നാൽ ജീവിതത്തിൽ നിങ്ങൾ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അമ്മയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാലും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ അനുകൂലമാകുന്നതിനാലും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. അതിനാൽ തീർച്ചയായും നിങ്ങൾ അമ്മയെ നിത്യവും ആരാധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ അമ്മയുടെ ആ അനുഗ്രഹം, കടാക്ഷം നിങ്ങൾ നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. നിങ്ങളുടെ മനസ്സിൽ അത്തരത്തിലുള്ള ചില ചിന്തകൾ നിറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ, ചില ആകുലതകൾ, അത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ചില ആകുലതകൾ, ടെൻഷനുകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്യുവാനോ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ചിന്ത മനസ്സിലേക്ക് കടന്ന് വരാത്തതായ അവസ്ഥയോ ഉണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്ന് തന്നെ നിസ്സംശയം പറയാം. എന്നാൽ അമ്മയെ നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള പല ആകുലതകളും നിങ്ങൾക്ക് അത് വെറുതെ ആയിരുന്നു എന്ന തോന്നൽ വരും. അഥവാ നിങ്ങൾക്ക് അതെല്ലാം തരണം ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും. അത്തരത്തിൽ പല കാര്യങ്ങളും അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ക്രമേണ അനുകൂലമായി തുടങ്ങും. പെട്ടെന്ന് തന്നെ സംഭവിക്കണം എന്നില്ല, എന്നാൽ മാറ്റങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമാവുക തന്നെ ചെയ്യും.
നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം അനുകൂലമാകുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ചില പ്രവൃത്തികളാൽ നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് അമ്മയുടെ കടാക്ഷത്താൽ കൂടി സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, അല്ലെങ്കിൽ ഭാവിയിലേക്ക് മുതൽക്കൂട്ടാകാവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ ചെയ്യുവാൻ നിങ്ങൾ നിർബന്ധിതരായി തീരും. അത് അമ്മയുടെ അനുഗ്രഹം നിങ്ങളിലുള്ളതിനാൽ നിങ്ങൾക്ക് അത് ചെയ്യുവാൻ തോന്നുന്നതാണ് എന്ന കാര്യവും പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. 41 ദിവസങ്ങൾക്കുള്ളിൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രകടമായി തുടങ്ങും. അമ്മ നിങ്ങൾക്ക് നൽകുന്നത് അവസരങ്ങളാണ്. ആ അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് പലവിധ മാറ്റങ്ങളും ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുവരുവാൻ സാധിക്കും. അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുവാൻ, ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില വിള്ളലുകൾ അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ അമ്മയായി തന്നെ നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതായ അത്തരം പ്രശ്നങ്ങൾ, ചില വിഷയങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാം. രാജയോഗ തുല്യമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുക, മറ്റുള്ളവരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുക, നിങ്ങളെ സഹായിക്കണം എന്ന തോന്നൽ അവരുടെ മനസ്സിലേക്ക് കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. അതിനാൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ അല്പം ജോലിയുമായി ബന്ധപ്പെട്ട ടെൻഷനുകളുണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ജോലി ആഗ്രഹിക്കുന്നവരാണ്, എന്നാൽ വളരെയധികം ശ്രമിച്ചിട്ടും നടക്കാത്തവരാണ് എങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാകാം. പുതിയ അവസരങ്ങൾ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള ചില അവസരങ്ങൾ വന്നു ചേരാം. എന്നാൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങൾ ചെയ്യുന്നതായ ഓരോ പ്രവൃത്തിയിലും അമ്മയുടെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ അത് നിങ്ങൾക്ക് പ്രതികൂലമാവുകയാണ് എങ്കിൽ ചില സൂചനകൾ അമ്മയായി തന്നെ നിങ്ങൾക്ക് നൽകും. അതിനാൽ അത്തരം കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുവാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ വ്യക്തികളിൽ നിന്നോ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ചില ശത്രുക്കൾ പോലും നിങ്ങൾക്ക് അനുകൂല ഭാവത്തിലേക്ക്, അനുകൂലമായ രീതിയിലേക്ക് മാറുന്നതായ സ്ഥിതിവിശേഷം പോലും വന്നു ചേരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. വിവാഹം നടക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. സർവ ഐശ്വര്യപ്രദമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം മനക്ലേശങ്ങൾ മറികടക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത് അമ്മയുടെ അനുഗ്രഹത്താലാണ്, അല്ലെങ്കിൽ അമ്മയുടെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പം ഉള്ളതിനാലാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ നിങ്ങൾ നിത്യവും അമ്മയെ ആരാധിക്കുക. വജ്രഘോഷം എന്നെങ്കിലും നിങ്ങൾ നിത്യവും പറയുവാൻ ശ്രമിക്കുക. സാധിക്കുന്നവർ ഒരു മാതളമാണ് എങ്കിൽ പോലും മാസത്തിൽ ഒരു ദിവസമെങ്കിലും അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. നിത്യവും അമ്മയുടെ മന്ത്രങ്ങൾ കൂടി ജപിക്കുക. തീർച്ചയായും അമ്മയുടെ അനുഗ്രഹത്താൽ നാൾക്ക് നാൾ നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും.